ഹായ് ഹലോ. അപ്പോൾ ഒരു പുതിയ സെയിൽസ് വീഡിയോയാണിന്ന്. നമ്മുടെ കുറച്ച് നേരത്തെ നമ്മൾ സെയിലിനിട്ടിട്ട് സെയിലായി തീരാത്തതും അങ്ങനെ കുറച്ച് അല്ലാതെ പ്രൊപ്പഗേറ്റ് ചെയ്തതുമൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ കാരണം കുറച്ച് നാളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്ലാന്റ്സുകൾ മെയിനായിട്ടും അയക്കുന്നത് DTDC കൊറിയർ സർവീസ് വഴിയാണ്. ഇപ്പോൾ പ്രൊഫഷണൽ കൊറിയർ സർവീസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ സെയിൽസിനുള്ള ഫസ്റ്റ് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നല്ല ഷെയ്ഡിൽ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ നല്ല റെഡ് കളർ കയറി വരുന്ന ഒരു ബിഗോണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ ബേബി പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ബേബി പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. കോളുകൾ മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് ഈ ഒരു കാണുന്ന ബിഗോണിയാണ്. അപ്പോൾ ഈ ഒരു ബിഗോണിയയ്ക്കും റേറ്റ് വരുന്നത് 100 രൂപ തന്നെയാണ് കേട്ടോ. 100 റുപ്പീസാണ് ഈ രണ്ട് ബിഗോണിയകൾക്കും റേറ്റ് വരുന്നത്. ചെറിയ പ്ലാന്റുകളാണ്. അപ്പോൾ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബിഗോണിയ കുറച്ച് വലിയ പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു ബിഗോണിയയ്ക്ക് റേറ്റ് വരുന്നത് 140 രൂപയാണ് കേട്ടോ. ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത്. അടുത്ത കുറച്ച് അഗ്ലോണിമ വെറൈറ്റീസ് ആണ്. ഫസ്റ്റ് വണ്ണ് ഈ ഒരു അഗ്ലോണിമയാണ്. അപ്പോൾ ഈ ഒരു അഗ്ലോണിമയ്ക്ക് റേറ്റ് വരുന്നത് 180 രൂപയാണ് കേട്ടോ. 180 റുപ്പീസാണ് ഈ ഒരു അഗ്ലോണിമയ്ക്ക് റേറ്റ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 200 റുപ്പീസാണ് കേട്ടോ. ഇത് റെഡ് കളർ അഗ്ലോണിമയാണ്. അപ്പോൾ ഈ ഒരു അഗ്ലോണിമയ്ക്ക് റേറ്റ് വരുന്നത് 200 റുപ്പീസാണ്. ഇതും റെഡ് വെറൈറ്റിയുടെ ഇപ്പോൾ നമ്മൾ കണ്ട മെച്ചൂർ പ്ലാന്റാണ്. അപ്പോൾ ആ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 140 രൂപയാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 240 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 400 റുപ്പീസാണ്. ബേബി ഷൂട്ടും കൂടെ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു പ്ലാന്റാണ്. ഇത് പീച്ച് പനാമയുടെ ഈ ഒരു സൈസിലുള്ള ബേബി പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. പീച്ച് പനാമയൊക്കെ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു പ്ലാന്റാണ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ പനാമ പ്ലാന്റ്സിനെല്ലാം തന്നെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബേബി പ്ലാന്റിന് റേറ്റ് വരുന്നത് 300 രൂപയാണ് കേട്ടോ. ഇതൊരു ബേബി പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു റെഡ് അഗ്ലോണിമയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 230 രൂപയാണ് കേട്ടോ. 230 റുപ്പീസ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 180 റുപ്പീസാണ് കേട്ടോ. 180 രൂപയാണ്. അടുത്ത ബ്ലാക്ക് മറൂണിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 390 രൂപയാണ് കേട്ടോ. 390 റുപ്പീസാണ് ബ്ലാക്ക് മറൂണിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തത് നാരോ ലീഫോട് കൂടിയ ഈ ഒരു റെഡ് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് 240 റുപ്പീസാണ് കേട്ടോ. അത്യാവശ്യം നിറയെ ലീഫുകളൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് നല്ല റെഡ് കളറ് കാണാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള നല്ല റെഡ് കളർ വന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 400 റുപ്പീസാണ് കേട്ടോ. 400 രൂപയാണ്. ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 400 രൂപയാണ്. 400 റുപ്പീസാണ് കേട്ടോ. നല്ല റെഡ് കളറാണ് ആ പ്ലാന്റിൻ്റെ ലീഫുകൾക്കൊക്കെ. ഇത് ഒരു CC പ്ലാന്റാണ്. ബ്ലാക്ക് CC പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. 100 റുപ്പീസാണ് ഈ ഒരു CC പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് സിറ്റൗട്ടിലൊക്കെ വയ്ക്കാനായിട്ട് നല്ല ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ലീഫുകളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അടുത്തത് ഡ്വാർഫ് CCയുടെ ഡ്വാർഫ് പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 240 റുപ്പീസാണ് കേട്ടോ. 240 രൂപയാണ് ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത്. ഇനി കുറച്ച് കലാത്തിയ വെറൈറ്റീസാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പുതിയതായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കലാത്തിയാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 റുപ്പീസാണ് കേട്ടോ. 120 രൂപയാണ് ഈ ഒരു സൈസിലുള്ള ഈ ഒരു കലാത്തിയ പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയ ഷൂട്ടൊക്കെ വന്നാണ് കേട്ടോ. ഞാൻ ആദ്യം 2 ലീഫൊക്കെ കുത്തി വെച്ചിട്ട് പുതിയ ഷൂട്ടുകളൊക്കെ വന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 120 റുപ്പീസാണ്. 120 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതൊക്കെ ഡബിൾ ഷൂട്ടായിട്ട് പുതിയ ഒരു ഷൂട്ടും കൂടെ പൊട്ടി വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. എല്ലാത്തിലും പുതിയ ഷൂട്ടുകൾ വന്ന് തുടങ്ങിയതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാമോയെന്നറിയില്ല, ഒരു ഷൂട്ട് രണ്ടാമത്തെ ഷൂട്ട് വീണ്ടും വന്നു തുടങ്ങിയ പ്ലാന്റാണ്. ഇതൊരു ഗ്രീൻ കലാത്തിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഒരു 3 ആയിട്ട് നമുക്ക് പിരിച്ച് നടാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 രൂപയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ഷൂട്ടുകൾ വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. നിറയെ നല്ല ബുഷി പോട്ടായിട്ട് വരുന്ന പ്ലാന്റാണ്. ഇതൊരു മരാന്തയുടെ ഇത് അധികം നമുക്ക് കിട്ടാനില്ലാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 200 റുപ്പീസാണ് കേട്ടോ.
ഇത് ഒരു ബുഷി പോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് കുറേ തൈകൾ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് അലോക്കേഷ്യ പ്ലാന്റാണ്, നമ്മുടെ കോമൺ ആയിട്ടുള്ള അലോക്കേഷ്യ പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരുൻ്റെ ചെറിയ ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 100 രൂപയാണ് കേട്ടോ റേറ്റ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നൊരു പ്ലാന്റാണ് ഇപ്പോഴും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്, ഇതിൻ്റെ ബേബി പ്ലാന്റാണ്, ബേബി പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഇത് അതിൻ്റെ മദർ പ്ലാന്റാണ്. ഇതിൻ്റെ ബേബി പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. നല്ല വെരിഗേഷനൊക്കെ ആയി വന്നിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റിൻ്റെ ചെറിയൊരു ബേബി പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 150 റുപ്പീസാണ്. നല്ല റൂട്ട്സൊക്കെ ഫോം ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 150 റുപ്പീസാണ് കേട്ടോ. 150 രൂപയാണ്. അലോക്കേഷ്യയുടെ ബ്ലാക്ക് വെൽവെറ്റൊക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റുകളാണ്. ഈ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അടുത്ത കൊളോക്കേഷ്യയുടെ 1-2 വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. കൊളോക്കേഷ്യയുടെ വൈറ്റ് ലാവയും ലൈം ജെക്കോയും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ലൈം ജെക്കോയുടെ ബേബി പ്ലാന്റിന് റേറ്റ് വരുന്നത് 100 രൂപയാണ്. വൈറ്റ് ലാവയുടെ പ്ലാന്റിന് 150 റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത്. ചെറിയ ബേബി പ്ലാന്റാണ്. ബേബി പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 ആണ്. മച്ചുറായ പ്ലാന്റുകളും അവൈലബിൾ ആണ് കേട്ടോ കൊളോക്കേഷ്യയുടെ. അടുത്തത് ഈ ഒരു കലേഡിയം പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 റുപ്പീസാണ് കേട്ടോ. 150 രൂപയാണ് റേറ്റ് വരുന്നത്. കലേഡിയം പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 റുപ്പീസാണ്. അടുത്ത ബ്ലാക്ക് പോത്തോസാണ്. അപ്പോൾ ഈ ഒരു പോത്തോസിന് റേറ്റ് വരുന്നത് 40 റുപ്പീസാണ് കേട്ടോ. നല്ല റൂട്ടഡ് പ്ലാന്റാണ്. അതിന് 40 റുപ്പീസാണ്. അടുത്ത ഡക്ക് ഫീറ്റ് പ്ലാന്റിൻ്റെ ഒരു നല്ല കളറൊക്കെ ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അടുത്തത് നമ്മൾ അധികം സെയിലാവാത്ത ഒരു ഓർക്കിഡാണ്, നൾ ഓർക്കിഡാണ്. അപ്പോൾ ഇതിന് ഫ്ലവറൊന്നും ആയതല്ല, പക്ഷേ ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പ് ചെയ്യുക. അടുത്ത പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. 40. അടുത്തത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ബുഷി പോട്ടാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 200 റുപ്പീസാണ് കേട്ടോ. കുറേ തൈകളായിട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 200 റുപ്പീസാണ്. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മളുടെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ പറയുന്നതായിരിക്കും. നമ്മൾ ഗൂഗിൾ പേ ആയിട്ടാണ് എമൗണ്ട് പേ ചെയ്യേണ്ടത്. ഗൂഗിൾ പേ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുക. അഡ്രസ്സ് വിത്ത് പിൻകോഡ്, ഫോൺ നമ്പറും കൃത്യമായിട്ട് ഇടുക. താങ്ക്